ദക്ഷിണ ലെബനനിൽ നിന്നുള്ള ഒരു ചിത്രം ആഗോളതലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. യുദ്ധമുഖത്ത് നിന്നുയരുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും ഞെട്ടിക്കുന്നതാണെങ്കിലും മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഈ ദൃശ്യം ക്രൈസ്തവ ലോകത്തെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഇസ്രയേൽ സൈനികൻ യേശുക്രിസ്തുവിന്റെ പ്രതിമ ചുറ്റിക കൊണ്ട് അടിച്ചു തകർക്കുന്ന ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടർന്നത്. ഇസ്രയേൽ പ്രതിരോധ സേനയുടെ യൂണിഫോം ധരിച്ച ഒരു സൈനികൻ അതിരൂക്ഷമായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രതീകമായ പ്രതിമ തകർക്കുന്നതാണ് വൈറലായ ചിത്രത്തിലുള്ളത്. മിനിറ്റുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ദൃശ്യം കാണുകയും പങ്കുവെക്കുകയും ചെയ്തത്. വിശ്വാസികൾക്കിടയിലും മനുഷ്യാവകാശ പ്രവർത്തകർക്കിടയിലും ഇത് വലിയ തോതിലുള്ള അമർഷത്തിന് കാരണമായി. യുദ്ധ സാഹചര്യങ്ങളിൽ പോലും പാലിക്കപ്പെടേണ്ട മര്യാദകളുടെ ലംഘനമാണിതെന്ന് പല പ്രമുഖരും ചൂണ്ടിക്കാട്ടി. സംഭവം വിവാദമായതോടെ ഇസ്രയേൽ സൈനിക നേതൃത്വം പ്രതിരോധത്തിലായി. ചിത്രത്തിന്റെ ആധികാരികത പരിശോധിച്ച IDF അത് വ്യാജമല്ലെന്ന് സ്ഥിരീകരിച്ചു. സൈന്യത്തിന്റെ മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കും നിരക്കാത്ത പ്രവൃത്തിയാണ് സൈനികന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ സൈന്യം സമ്മതിച്ചു. ഒരു സേന എന്ന നിലയിൽ തങ്ങൾ പുലർത്തേണ്ട മാന്യതയ്ക്കും അച്ചടക്കത്തിനും വിരുദ്ധമാണ് ഈ നടപടിയെന്നും അവർ വ്യക്തമാക്കി. ഈ സംഭവത്തിൽ ഇസ്രയേൽ സൈന്യം അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റക്കാരനായ സൈനികനെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ ലോകത്തിന് ഉറപ്പു നൽകി. മതപരമായ ചിഹ്നങ്ങളെ ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം തങ്ങളുടെ സൈനികരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ടെന്നും ഈ സംഭവം തികച്ചും ഒറ്റപ്പെട്ടതാണെന്നുമാണ് IDF നൽകുന്ന വിശദീകരണം. എന്നിരുന്നാലും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേലിന്റെ പ്രതിച്ഛായയ്ക്ക് ഈ സംഭവം കനത്ത മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ലെബനനിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ഇത്തരമൊരു നീക്കം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഒരു വശത്ത് സൈനികമായ നീക്കങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും. ക്രൈസ്തവ സഭകളും വിവിധ രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഈ പ്രവൃത്തിയെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു കഴിഞ്ഞു. ഈ വിവാദം കേവലം ഒരു സൈനികന്റെ അച്ചടക്ക ലംഘനം എന്നതിലുപരി യുദ്ധഭൂമിയിലെ സൈനികരുടെ മാനസികാവസ്ഥയെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. അന്വേഷണം എത്രത്തോളം സുതാര്യമായിരിക്കുമെന്നും കുറ്റവാളിക്കെതിരെ എന്ത് ശിക്ഷയാണ് ലഭിക്കുകയെന്നുമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ സംഭവം ഇസ്രയേലിന്റെ നയതന്ത്ര ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നതും നിർണായകമാണ്.